ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അവൻ നല്ലൊരു സാമ്പത്തികമായ ചുറ്റുപാടുള്ളൊരു കുടുംബ സാഹചര്യമുള്ള വ്യക്തിയാണ്. രണ്ടുപേരും ജോലിക്കാരായിരുന്നു. അവർ റിട്ടയർ ചെയ്യാൻ പോകുന്നൊരു കാലഘട്ടത്തിലാണിപ്പോൾ. സാമ്പത്തികമായിട്ട് നല്ല ഭദ്രതയുള്ളൊരു കുടുംബം. പക്ഷേ ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇപ്പോൾ അപകടത്തിലാകുന്ന സാഹചര്യമാണുള്ളത്. കാരണം ഈ ചെറുപ്പക്കാരൻ്റെ സ്വഭാവ പ്രത്യേകതകളാണ് ഇതിന് കാരണമെന്നാണ് അവർ പറയുന്നത്. സാമ്പത്തികമായിട്ട് മാത്രമല്ല, അവൻ്റെ സ്വഭാവത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നാണ് അവർ പറയുന്നത്. ഇവനെക്കുറിച്ച് പണ്ടേ ഒരു പരാതിയാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ അവരെ കൂട്ടുകാരുമായിട്ട് വലിയ വഴക്കുണ്ടായി, അടിപിടിയായി, പ്രശ്നങ്ങളായി. എന്നിട്ട് അവൻ പറയുന്ന കാരണങ്ങൾ ഇതാണ്: എൻ്റെ വീട്ടിൽ എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് ചെയ്യാൻ സാധിക്കാത്ത ദേഷ്യപ്രകൃതി മുഴുവൻ എൻ്റെ കൂട്ടുകാരെടുത്ത് ഞാൻ ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. വീട്ടുകാരെന്നെ നിർബന്ധങ്ങളോടെ വേണം വളർത്തുന്നത്. എനിക്ക് എന്ത് ചെയ്യണം, എപ്പോൾ പഠിക്കണം എന്നുള്ളത് അവരാണ് നിശ്ചയിക്കുന്നത്. അങ്ങനെ വളരെ നിഷ്ഠയുള്ള, വളരെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് അവന് വീട്ടിലുള്ളത്. ആ ദേഷ്യം മുഴുവൻ അവൻ പ്രകടിപ്പിക്കുന്നത് സ്കൂളിൽ കൂട്ടുകാരോടൊത്താണെന്ന് പറയണത്. അപ്പോൾ അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞു, കുറച്ചുകൂടി അവന് സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റൂ, അവനെ ഇത്രയും ക്രൂരമായിട്ട് അവനെ വളർത്തരുത് എന്നൊക്കെ പറഞ്ഞ് വീട്ടുകാരോട് അവരുടെ അധ്യാപകർ ഇവനെ സഹായിക്കാനുള്ള രീതിയിലാണ് പറയുന്നത്. അവന് വളരെ വിഷമിക്കുന്ന സാഹചര്യമാണ് വീട്ടിലുള്ളത്, അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി സ്നേഹത്തോടൊക്കെ പെരുമാറ്. അപ്പോൾ വീട്ടുകാർ കരുതി ഇനി ഞങ്ങളുടെ ഒരു അമിതമായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് അവൻ്റെ സ്വഭാവം മോശമായി പോകരുത് എന്ന് കരുതി അവർ കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ പെരുമാറാൻ തുടങ്ങി. സ്വാതന്ത്ര്യം കൊടുത്തു തുടങ്ങിയപ്പോൾ പിന്നീട് അവൻ പഠിക്കുന്ന കോളേജിലാണെങ്കിൽ പോലും അവൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ അവൻ അവിടെയുള്ള കൂട്ടുകാരോടൊത്ത് അവൻ്റെ പെരുമാറ്റത്തിൽ പെട്ടെന്ന് ദേഷ്യം വരുന്നൊരു സ്വഭാവം അവനുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. അതുകൊണ്ട് തന്നെ അവൻ്റെ പെരുമാറ്റം അവനിഷ്ടമില്ലാത്ത രീതിയിൽ ആരെങ്കിലും സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ അവനെ അപ്പം ഉപദ്രവിക്കണമെന്നൊരു ചിന്തയാണ് അവന് കൂടുതലുള്ളത്. അതിനും ഇപ്പോൾ അവൻ കാരണം പറയുന്നത്, ഇപ്പം നിങ്ങൾ ഇങ്ങനെ പെരുമാറിയാൽ പോരാ, ചെറുതിലെ എന്നോട് കാണിച്ച ചില സ്വഭാവങ്ങളാണ് എനിക്കിപ്പോൾ ഇത്രയും ദേഷ്യത്തിന് കാരണം. ചെറുതിലെ ഞാൻ അടക്കി വെച്ച ഒരുപാട് ദേഷ്യം ഇപ്പം ഞാൻ പ്രകടിപ്പിക്കുന്നു. അതിനും അവൻ കുറ്റം പറയുന്നത് മാതാപിതാക്കളെയാണ്. പഠനം അവൻ മുന്നോട്ട് കൊണ്ടുപോകുന്നൊരു സാഹചര്യത്തിൽ പഠിക്കാൻ അവൻ അത്ര മിടുക്ക് കാണിക്കുന്നില്ല. അപ്പോഴാണ് അവൻ പറയുന്നത്, നിങ്ങളാണ് എൻ്റെ ഈ സ്വഭാവ പ്രത്യേകതയെ കാരണം. അവസാനം അവരെ കൊണ്ടെത്തിച്ചത് മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ തരണം, കാരണം ഞാനൊരു ബിസിനസ് തുടങ്ങാൻ പോകണം എൻ്റെ കൂട്ടുകാരുടെ കൂടെ. അതുകൊണ്ട് ആ ബിസിനസ് തുടങ്ങാനുള്ള പൈസയെങ്കിലും തരണം. ജീവിതമോ നിങ്ങളിങ്ങനെ ക്രൂരമായിട്ട് പെരുമാറി എൻ്റെ സ്വഭാവത്തിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന് നിങ്ങളാണ് ഉത്തരവാദികൾ. അപ്പം അതിനൊരു പരിഹാരം എന്നോണം അവൻ വളരെ ടാക്റ്റിക്, വളരെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെയാണ് അവൻ മാതാപിതാക്കളെ കോർണർ ചെയ്തത്. എന്നിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് ഇനി ജീവിതം രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഈ സ്വഭാവ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് പഠനം ശരിയായി നടന്നില്ല, അതുകൊണ്ട് ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പഠിക്കാം, പഠനം മുന്നോട്ട് പോകുന്നുണ്ട്, പക്ഷേ ഇനി എൻ്റെ ജീവിതം കുറേ കൂടി മെച്ചപ്പെടാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില സാമ്പത്തികമായ ഇടപെടലുകൾ നടത്തിയാൽ, ചില ഷെയറിലേക്ക് ഇറങ്ങിയാൽ, കൂട്ടുകാരുടെ കൂടെ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ഇവന് നേട്ടം ഉണ്ടാകുമെന്നാണ് കരുതിയത്. അങ്ങനെ ലക്ഷങ്ങളുടെ മുതൽ മുടക്ക് നടത്താൻ വേണ്ടി വീട്ടുകാർ ഇവനെ സഹായിക്കുകയാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുടക്കിയ പൈസ കിട്ടിയിട്ടില്ല, പക്ഷേ ഇവൻ്റെ സ്വഭാവം വളരെയേറെ മോശമായിട്ട് മാറി. എന്ന് വെച്ചാൽ ഇവൻ പറയുന്നത്, ഇവൻ മുതൽ മുടക്കിയത്, ഇവൻ പൈസ ഇറക്കിയ കൂട്ടുകാരെന്ന് പറയുന്നത് ഏതാണ്ട് ഗുണ്ടകളെ പോലെയുള്ള വ്യക്തികളാണ്. അപ്പോൾ അവരുടെ കൂടെ നിന്നാൽ മാത്രമേ ബിസിനസ് മുന്നോട്ട് പോകൂ. ചിലപ്പോഴൊക്കെ അവർ പറയുന്ന ചില യാത്രകൾ നടത്തേണ്ടി വരും. അവർ പറയുന്ന ചില ഭീഷണിപ്പെടുന്ന ചില സാഹചര്യങ്ങളിലേക്ക് അവരെ കൂടെ നിൽക്കേണ്ടി വരും. ഒന്നും ചെയ്യണ്ട, കൂടെ നിന്നാൽ മതി. ഇപ്പോൾ അവൻ ഇറക്കിയ പൈസയുടെ ഒട്ടും തിരിച്ചു കിട്ടിയിട്ടുമില്ല. എന്നാൽ പഠനം അവന് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ബിസിനസ്സിൻ്റെ പേരിൽ അവന് പഠിക്കാതെ, കോളേജിൽ കയറാതെ ഈ കൂട്ടുകാരുടെ ഒപ്പം യാത്രയാണ്. കൂട്ടുകാരുടെ കൂടെ ബിസിനസ്സിലേക്ക് അവൻ കൂടെ ഇറങ്ങിത്തിരിക്കുന്നു. അപ്പം വീട്ടുകാർ ഉറപ്പായിട്ട് അവനോട് ചോദിച്ചു, നീ ഇറക്കിയ പൈസയെങ്കിൽ, നീ ഇതിനു വേണ്ടി ഇറക്കിയ പൈസ തിരിച്ചു കിട്ടും? പൈസ ഒക്കെ തിരിച്ചു കിട്ടും, പക്ഷേ സമയമെടുക്കും. എന്ന് തരാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിനുള്ള കുറച്ചെങ്കിലും പൈസ തിരിച്ചു തരാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവന് കൃത്യമായിട്ട് സമയം പറയാൻ പറ്റുന്നില്ല. പക്ഷെ അവൻ പറയുന്നു, ഇപ്പം നമ്മൾ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് തിരിച്ചു പോന്നാൽ ഉള്ള പൈസയും കൂടിയും ഇല്ലാതെയാകും. വീട്ടുകാർക്ക് ഏതാണ്ട് കച്ചിട്ടിറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്തൊരവസ്ഥയിലെന്ന രീതിയിലായി. കാരണം ഇവനാണെങ്കിൽ ഇത്രയും പൈസ മുടക്കിയൊരു ബിസിനസ് നടത്തുന്നു, പഠനം പൂർത്തിയാക്കുന്നില്ല. ഇവൻ്റെ സ്വഭാവത്തിലാണെങ്കിൽ വലിയ മാറ്റങ്ങൾ കാണാനുമില്ല. പണ്ടുള്ളതുപോലെ, പണ്ട് വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങൾ മാറി, ഇവൻ വേറെ പ്രശ്നങ്ങളിലേക്ക് മാറി എന്നുള്ളതാണ്. ഇവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഒരു നന്മയും കാണാത്തതുപോലെ വീട്ടുകാർക്ക്. ഇവൻ പള്ളിയിൽ പോകുന്നില്ല,
പ്രാർത്ഥിക്കുന്നില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നില്ല. കാരണം ബിസിനസ് യാത്രകളാണ്, ബിസിനസ്സിൻ്റെ പേരിലാണ്. എന്ത് ചോദിച്ചാലും ഈ ബിസിനസ്സാണ് അവന് തട പറയാനുള്ളത്, എന്ന് വെച്ചാൽ ഒഴിവഴി വയ്ക്കാനുള്ളത്. അതിൻ്റെ പേരിൽ അവൻ അങ്ങോട്ട് പോകണം. പോയില്ലെങ്കിൽ അവർ ചില്ലറക്കാരല്ല, അവൻ്റെ കൂട്ടുകാർ ഗുണ്ടകളാണ്. അവർ ചിലപ്പം അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നാൽ നമുക്ക് കിട്ടാനുള്ള പൈസ പോലും കിട്ടാതെ പോകും. ഇപ്പം അടുത്ത് അവൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഏറ്റവും അടുത്തുണ്ടായൊരു പ്രശ്നം, ഇവൻ വീണ്ടും കുറച്ച് പൈസ ചോദിക്കുകയാണ് വീട്ടിൽ നിന്ന്. നിങ്ങൾ എനിക്ക് പൈസ തന്നേ പറ്റൂ, കാരണം ഇനി എൻ്റെ പഠനം മുന്നോട്ട് പോകില്ല ഉറപ്പായിട്ടും. ഇനി എനിക്ക് മുഴുവനായിട്ടും ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യണം. ഇത്ര നാൾ പഠനവും ബിസിനസ്സും പകുതിയായിരുന്നു. ഇനി പഠനം ഇല്ല. അപ്പോൾ അതുകൊണ്ട് പഠനം ഇല്ലാത്ത ഒരവസ്ഥയിൽ ഉറപ്പായിട്ട് തീരുമാനിച്ചു, ഇനി പഠിച്ചിട്ടൊരു ജോലി കിട്ടി പൈസ ഉണ്ടാക്കാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് ഇനി ബിസിനസ് മുഴുവനായിട്ട് ചെയ്ത് പൈസ സമ്പാദിക്കണം. ഇവൻ അതിനുള്ള പ്ലാനിങ്ങുകളൊക്കെ പറഞ്ഞാൽ ഗംഭീര പ്ലാനിങ്ങുകളാണ്. ഇവൻ അങ്ങനെ ഇത്ര പൈസ ഇന്ന രീതിയിൽ ഇറക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കാശ് കിട്ടും, ഇന്ന ആളുകൾ എനിക്ക് തരാനുണ്ട്, ആ പൈസ കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഞാൻ ഇത്ര മാസം കഴിയുമ്പോൾ ഇത്ര ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്ലാനിങ് ഭയങ്കരമാണ്. ഇത്രയും പൈസ സമ്പാദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു പൈസയും ഇവൻ്റെ വീട്ടിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. വർഷം 2-3 ഒറ്റ പൈസയും ഇറക്കിയ ലക്ഷങ്ങൾ. ഒരുപക്ഷെ അതിന് പകരം ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടാൽ കുറച്ചെങ്കിലും പൈസ കിട്ടുമായിരുന്നു. പക്ഷേ ഇവൻ ഇറക്കിയ പൈസ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ പൈസ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇവൻ്റെ സ്വഭാവവും അതിനേക്കാളേറെ മോശമായിട്ട് തുടങ്ങി. ഇവൻ കുറേ സമയം വീട്ടിലില്ല, എപ്പോഴും ഈ കൂട്ടുകാരുടെ കൂടെയാണ്. എന്തവിടെ ചെയ്യുന്നു ചോദിച്ചാൽ അവൻ പറയുന്നു, ഞാൻ ബിസിനസ് പരമായ ചില നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും, ചില ഡിസ്കഷൻസിന് പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. പക്ഷേ അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസമോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വരുമാനമോ ഇവനില്ലാതെ പോയി എന്നുള്ളതാണ്. ഇപ്പോൾ പഠനമില്ല, സാമ്പത്തിക വരുമാനമില്ല, ജീവിതം തന്നെ മാറി. എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. നമുക്ക് ഈ വ്യക്തിയുടെ മാറ്റം കണ്ടു തുടങ്ങിയത് അവൻ പഠിക്കുന്ന സ്കൂൾ കാലഘട്ടത്തിലാണ്. അവൻ കാണിച്ച ഒരു വികൃതി, അതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും മാതാപിതാക്കളുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് അവൻ ചെയ്യുന്നതിനെല്ലാം അവൻ ഇത്തരത്തിലുള്ള മോശമാകാനുള്ള കാരണം മാതാപിതാക്കളാണെന്ന് അവൻ പറഞ്ഞ് വരുത്തി. വാസ്തവത്തിൽ അവൻ ഒരു ഡിഫൻസ് മെക്കാനിസം ഉപയോഗിക്കുകയായിരുന്നു. അവൻ്റെ കുറവുകൾക്ക് കാരണം അവൻ്റെ മാതാപിതാക്കളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ അവൻ വിജയിച്ചു. അവനെ കേട്ട അധ്യാപകരും കരുതി ഒരുപക്ഷെ വീട്ടിലെ അവസ്ഥ വളരെ മോശമായിരുന്നു, അതുകൊണ്ടാവും അവൻ ഇങ്ങനെ ആയിപ്പോയത്. അവൻ ഇത്രയേറെ ക്രൂരമായിട്ട് മാതാപിതാക്കൾ പെരുമാറാൻ പാടില്ലായിരുന്നു. പക്ഷേ വാസ്തവത്തിൽ മാതാപിതാക്കൾ പറയുന്നത് അത്ര വലിയ ക്രൂരതയൊന്നും ഞങ്ങൾ അവനോട് ചെയ്യുന്നില്ല. സാധാരണ ഏത് വീട്ടിലും കുട്ടികളോട് മാതാപിതാക്കൾ ചെയ്യുന്ന ചില നിർബന്ധങ്ങൾ, പഠിക്കാൻ പറയുമ്പോൾ പഠിക്കാൻ കൃത്യമായിട്ട് ഇരിക്കാൻ പറയുന്നു, പള്ളിയിലേക്ക് പോകാൻ കൃത്യമായിട്ട് പറയുന്ന സാഹചര്യം കൃത്യമായിട്ട് പള്ളിയിലേക്ക് പോകാൻ പറയുന്നു, അവൻ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ, വീട്ടിൽ ചെയ്യേണ്ട ചില ജോലികൾ കൃത്യമായിട്ട് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അല്ലാതെ അതിര് കടന്ന് ഒരു സ്വഭാവ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഒരു ക്രൂരമായ നിലപാടുകൾ ഞങ്ങൾ അവനോട് എടുത്തിട്ടില്ല. പക്ഷേ അന്ന് അവൻ ഇത്രയേറെ പെരുമാറ്റ വൈകല്യം കണ്ടു കഴിഞ്ഞപ്പം അധ്യാപകരെല്ലാവരും പറഞ്ഞു, നിങ്ങൾ കുറേ മാറ്റം വരുത്തണം, കുറച്ചും കൂടി അവനോട് സ്നേഹത്തോടെ പെരുമാറണം. വാസ്തവത്തിൽ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അപ്പച്ചൻ അത്ര അധികം സ്നേഹപ്രകൃതിക്കാരനായിരുന്നില്ല. എന്ന് വെച്ചാൽ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളല്ലായിരുന്നു. അമ്മയാണെങ്കിൽ വളരെ സ്നേഹം കൊടുക്കുന്ന ഒരാൾ കൂടിയായിരുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അപ്പൻ്റെ ഒരു സ്വഭാവ പ്രത്യേകതയാകാം ഇവൻ്റെ സ്വഭാവത്തിന് ഇത്രയേറെ കാരണങ്ങളെന്ന് അധ്യാപകർ പറഞ്ഞപ്പം അവന് അതൊരു വലിയ ഒരു നേട്ടമായിട്ട് അവൻ കരുതി. എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സൈഡായിട്ട് കരുതി, കംഫർട്ട് സോണായിട്ട് കരുതി. എന്ന് വെച്ചാൽ ഇനി അതിൻ്റെ പേരിൽ മാക്സിമം ചൂഷണം ചെയ്യുക. ഉറപ്പായിട്ടും കുട്ടികളാകുമ്പോൾ പഠിക്കാനുള്ള താല്പര്യം, പഠിക്കാൻ നിഷ്ഠയോടെ പഠിക്കാനിരിക്കുക, അച്ചടക്കത്തോടെ ഇരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അതിനെ മാറ്റിവെക്കാൻ ഒരു കാരണം കൂടി കിട്ടിയപ്പോൾ അത് മാക്സിമം അവൻ ഉപയോഗിക്കാൻ അവൻ തീരുമാനിച്ചു. അവൻ്റെ പഠനത്തിലെ മികവ് കുറവ് കണ്ടപ്പോൾ അതിന് മുഴുവൻ കാരണം അവൻ്റെ മാതാപിതാക്കൾ അവനെ വളർത്തിയത് ശരിയായില്ല എന്ന ലേബൽ അവൻ ശക്തമായിട്ട് പറയാൻ തുടങ്ങി. മാതാപിതാക്കളാണെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ അവനെ വിഷമിപ്പിക്കരുത് എന്നുള്ളതിൻ്റെ പേരിൽ അവനോട് ആവശ്യത്തിനേറെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തു. ആ സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ പേരിൽ പിന്നീടുണ്ടായ എല്ലാ നീക്കങ്ങളും അവൻ മാക്സിമം മാതാപിതാക്കളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അവൻ്റെ പഠിക്കാനുള്ള മടി, മാതാപിതാക്കളുടെ ദേഷ്യം, മാതാപിതാക്കൾ ഒരു പക്ഷേ അവനോട് കാണിച്ച ചില നിർബന്ധങ്ങൾ അവൻ പോസിറ്റീവായിട്ട് കാണാത്തതിൻ്റെ പേരിൽ അവൻ കാണിച്ച ചില സ്വഭാവ വൈകല്യങ്ങൾ അവനതൊരു കാരണമാക്കി മാറ്റി അവൻ പഠിക്കാതെയായി. പിന്നീട് അവൻ കണ്ടെത്തിയ ഒരു മാർഗമാണ് ബിസിനസ്. എന്ന് വെച്ചാൽ കൂട്ടുകാരുടെ കൂടെ ബിസിനസ്സിന് പോകുക എന്നുള്ളത്. വീട്ടുകാരാണെങ്കിൽ അവൻ ഇനി അതാണ് അവൻ്റെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ അവർ അതിന് പോലും നിന്നുകൊടുത്തു. വാസ്തവത്തിൽ അത്തരത്തിലുള്ളൊരു നീക്കം തന്നെ മാതാപിതാക്കൾ ചെയ്യാൻ പാടില്ലായിരുന്നു. ചെയ്യാൻ പാടില്ല. വ്യക്തമായ അറിവോട് കൂടി മാത്രമേ അങ്ങനെ ഒരു സഹായം ചെയ്യാൻ പാടൂ എന്നുള്ളതാണ് അവർക്ക് പറ്റിയൊരു അപകടം. എന്ന് വെച്ചാൽ ഇവൻ ആരുടെ കൂടെയാണ് ബിസിനസ്സിന് പോകുന്നത്, എന്ത് ബിസിനസ്സാണ് അവൻ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ അതിന് മാത്രം ഒരു പ്രായോഗിക പരിചയമോ
അല്ലെങ്കിൽ ഒരു അറിവോ ഒരു പഠന മേഖലയിൽ ഒരു നൈപുണ്യമോ ഒരു സ്കിൽ വർക്കോ ഒന്നും ഇവനില്ല. എന്നിട്ട് അവൻ ഏത് ഒരു ബിസിനസ്സിനാണ് പോകുന്നത്, അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു അന്വേഷണം വീട്ടുകാർ നടത്തിയില്ല എന്നുള്ളതാണ് ഒരു അപകടകരമായൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇവൻ ആർക്കാണ് പൈസ കൊടുക്കുന്നത്, എന്തിനാണ് പൈസ കൊടുക്കുന്നത്, എത്ര നാൾ കഴിഞ്ഞ് തിരിച്ചു കിട്ടും, അതിനെക്കുറിച്ച് വ്യക്തമായൊരു അന്വേഷണം നടത്താത്തതിൻ്റെ പേരിൽ ഇന്ന് അവൻ ഏത് അവസ്ഥയിലാണെന്ന് പോലും വീട്ടുകാർക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ആർക്കാണ് പൈസ കൊടുത്തത്, എന്തിനാണ് അവൻ പൈസ ഇറക്കിയത്, അവൻ എവിടേക്കാണ് കൂട്ടുകൂടിയത്, എവിടേക്കാണ് അവൻ താമസിച്ചിട്ടുള്ളത് എന്ന് പോലും വീട്ടുകാർ അന്വേഷിക്കാത്തൊരു സ്വാതന്ത്ര്യം അവന് കൊടുത്തു. മൂന്നാമതായിട്ട് അവന് സംഭവിക്കുന്ന കാര്യം, ഇപ്പം അവൻ ചെന്നുപെട്ട കൂട്ടുകെട്ടിനെ കുറിച്ച് വീട്ടുകാരെ കൂടി പറഞ്ഞ് പേടിപ്പെടുത്തി. കാരണം ഞാനിപ്പോൾ ഉള്ളത് ഒരു വലിയ ഗുണ്ടാ സംഘത്തിൻ്റെ ഇടയിലാണ്, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇടപെട്ടാൽ അത് നിങ്ങൾക്കും അപകടമാകും എനിക്കും അപകടമാകും എന്ന് വെച്ചാൽ അവൻ ഒരു മുൾമുനയിൽ നിർത്തി വീട്ടുകാരെ മുഴുവൻ. വീട്ടുകാരാണെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിക്കാനോ വീണ്ടും ഞാൻ പറയുന്നു ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകാനോ ഇവൻ്റെ കൂട്ടുകാരാരാണെന്നോ ഇപ്പം നമുക്കിവനെ എങ്ങനെ രക്ഷിക്കാമെന്നോ ചിന്തിക്കാതെ ഇവനെ ഭയപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. അവസാനം വീണ്ടും അവൻ പണം ചോദിക്കുന്നു, വീണ്ടും ഇവരിൽ തന്നെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോഴാണ് ഈ പോക്ക് പന്തികേടല്ല, ശരിയല്ലെന്ന് അവർക്ക് തോന്നാൻ തുടങ്ങിയത്. വാസ്തവത്തിൽ ഞാൻ പറയും, ഇവരുടെ മാറ്റങ്ങളും സ്വഭാവ മാറ്റങ്ങളും രീതികളും മാറിത്തുടങ്ങുമ്പോൾ തന്നെ മാതാപിതാക്കൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഇവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത്. എന്തു ചെയ്യാൻ പറ്റുമായിരിക്കും ഈ ചെറുപ്പക്കാരന്? ഈ ചെറുപ്പക്കാരൻ വാസ്തവത്തിൽ ഇവൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ ഇവൻ മാറ്റാൻ ശ്രമിക്കുന്നതിന് പകരം ആ സ്വഭാവ വൈകല്യങ്ങൾ തന്നെ വലിയ ഒരു അവസരമാക്കി അവൻ മാറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവന് ദേഷ്യപ്പെടുന്ന ചില സാഹചര്യമുള്ളത് അവൻ കണ്ടപ്പോൾ അവൻ എടുത്ത തീരുമാനമാണ്. അതായത് ഒരു ഡിസ്ട്രക്റ്റീവ് ബിഹേവിയറിൽ നിന്ന് വീണ്ടും ഒരു മോശമായൊരു സാഹചര്യത്തിലേക്ക് അവൻ മാറി. അവൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ്റെ ക്ലാസ്സിലെ കൂട്ടുകാർ പേടിക്കുന്നു, അവൻ്റെ വീട്ടുകാർ അത് ഭയന്ന് അവനെ സഹായിക്കാൻ ശ്രമിക്കുന്നു. അവൻ നോക്കിയപ്പോൾ സംഗതി ലാഭമാണ്. എന്ന് വെച്ചാൽ ഈ ഒരു സ്വഭാവം വെച്ച് അവനൊരുപാട് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്നൊരു ചിന്ത അവന് തോന്നി. എല്ലാവരെയും പേടിപ്പിച്ച് ആ പേടിയുടെ മുൾമുനയിൽ നിന്ന് നിർത്തിയാൽ കാര്യങ്ങളൊക്കെ സുഗമമാകും എന്നവൻ ഒരു മിഥ്യാധാരണ അവനുണ്ടായി. അതുകൊണ്ടാണ് അവൻ പഠനം പോലും വേണ്ടെന്ന് വെച്ച് അവൻ്റെ ഈ സ്വഭാവത്തെ അവനൊരു കാര്യം ഒരു കാരണമാക്കിയെടുത്ത് അവൻ്റെ ജീവിതത്തിൽ സന്തോഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുകയാണ്. പഠിക്കണമെങ്കിൽ ഒരു കോഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ അതിൻ്റെതായ കഠിനാധ്വാനമുണ്ട്, ഒരു സ്ഥിരത ആവശ്യമുണ്ട്, ഒരു ശ്രദ്ധ ആവശ്യമുണ്ട്, സ്വാതന്ത്ര്യക്കുറവൊക്കെ ചിലപ്പോൾ അനുഭവപ്പെടും. പക്ഷെ അവൻ നോക്കിയപ്പം ഇതാണെങ്കിലോ വളരെ നല്ല സ്വാതന്ത്ര്യം, പഠിപ്പ് പൂർത്തിയാക്കിയിട്ടില്ല, എന്നാൽ അവൻ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാൻ പറ്റും. കാരണം അതിനെല്ലാം വീട്ടുകാരെ അവൻ ഉത്തരവാദിയാക്കി മാറ്റി എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വീട്ടുകാർ അത് സമ്മതിച്ചെന്നുള്ളതാണ് അവന് കിട്ടിയൊരു പ്ലസ് പോയിന്റ്. അപ്പം അതുകൊണ്ട് ഈ ചെറുപ്പക്കാരന് സംഭവിച്ചൊരു അപകടം അവൻ്റെ ജീവിതത്തെ അവൻ താൽക്കാലികമായ സന്തോഷത്തിൽ കെട്ടിയിടാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കാമായിരുന്ന ഒരുപാട് നന്മകളും സന്തോഷങ്ങളും നിലനിൽക്കുന്ന സന്തോഷങ്ങളും ഇല്ലാതെ പോയി. ഇവൻ്റെ ഒരു അപകടകരമായൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പറയും സാധാരണ സാമ്പത്തികമായിട്ട് സുരക്ഷിതത്വം ഇല്ലാത്തതാണ് കുറേ കുട്ടികളെ അപകടത്തിലാക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നെങ്കിൽ ഇവന് സമ്പത്ത് അധികമായതാണ് ഇവൻ്റെ ഒരു അപകടമായിട്ട് മാറിയത്. എന്ന് വെച്ചാൽ അധ്വാനിക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഇവന് മനസ്സിലായി. കാരണം സാമ്പത്തികമായിട്ട് വീട്ടിൽ നല്ല ചുറ്റുപാടുള്ളത് കൊണ്ട് ഇവൻ അധ്വാനിച്ചില്ലെങ്കിലും കുറച്ചു കാലമെങ്കിലും സുഖമായിട്ട് അടിച്ചുപൊളി ജീവിക്കാം. ഇനി ഇവൻ പറഞ്ഞ ഗുണ്ടകൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ വലിയ ഗുണ്ടകളോ അല്ലെങ്കിൽ വലിയ പ്രശ്നക്കാരാണെന്നോ ആകണമെന്നില്ല. ഇവൻ്റെ സാമ്പത്തികമായ വരവ് കൈപ്പറ്റി ജീവിക്കുന്ന ആളുകളായിരിക്കാം. നീ വലിയ സംഭവമാടാ, നീ വലിയ സംഭവമാണ്, നീ വലിയ മുതലാളിയാണെന്ന് പറയുമ്പം ഇവൻ നീ വലിയ അതിന് പറ്റുന്ന ഏതെങ്കിലും കുഞ്ഞൊരു ബിസിനസ് ഒപ്പം ചെയ്യുക, അതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമുള്ള സന്തോഷകരമായ സാഹചര്യങ്ങൾ ഇവനിൽ നിന്ന് കൈപ്പറ്റുക. വാസ്തവത്തിൽ അതാണ് നടന്നത്. എന്ന് വെച്ചാൽ ഇവൻ വീട്ടിൽ നിന്ന് വാങ്ങിച്ച ഈ ബിസിനസ്സിന് വേണ്ടി വാങ്ങിച്ച പൈസകളെല്ലാം തന്നെ കൈപ്പറ്റിയത് ഇവരുടെ കൂട്ടുകാരാണ്. അവരുടെ മുമ്പിൽ ഇവൻ ഒരു ഹീറോയാണ്. വാസ്തവത്തിൽ ഇവ വിചാരിച്ചു വലിയ ആളാണ്, ഇവൻ വലിയ സംഭവമാണ് എന്നൊക്കെ കരുതി. പക്ഷേ ഇവൻ്റെ സാമ്പത്തികാവസ്ഥ കുറയുന്നതോടുകൂടി കൂട്ടുകാരുടെ എണ്ണം കുറയാൻ തുടങ്ങി. ഈ സാമ്പത്തിക ചുറ്റുപാട് തന്നെയാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവായിട്ട് മാറി എന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ.
മൂന്നാമതായിട്ട് ഇവന് സംഭവിച്ചൊരു കാര്യം, ഇവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള യാതൊരു മാർഗങ്ങളും ഇവൻ പരിശ്രമിച്ചില്ല. എന്നും ഇതുപോലെ പോയാൽ നന്നായിരിക്കും. ഇവൻ്റെ വിചാരം എന്നും മാതാപിതാക്കൾ ഇവൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ഇവൻ ജീവിക്കും, അവരെ പേടിപ്പിച്ച് ജീവിക്കാം, അവരെ മുതലെടുത്ത്, അവരെ വൈകാരികമായിട്ട് മുതലെടുത്ത് ജീവിക്കാമെന്നാണ് കരുതിയത്. വാസ്തവത്തിൽ ഈ ചിന്തകളാണ് ഇവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ അപകടത്തിലാക്കിയത്. അതുകൊണ്ട് സംഭവിക്കേണ്ടിയിരുന്നത് എന്താണ്? എന്ത് മാറ്റമാണ് ഇവരിൽ നടക്കേണ്ടത്? ഈ ചെറുപ്പക്കാരൻ മനസ്സിലാക്കണം, ഇവനെ തന്നെയാണ് കുഴിയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇവൻ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് ഇവൻ്റെ ജീവിതത്തെ തന്നെ ഇവൻ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധയും സ്നേഹവും കൈപ്പറ്റാൻ ശ്രമിച്ചിട്ട് ഇവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിന് പകരം ഇവനെ തന്നെ കുഴിയിലേക്ക് ഇറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു ശക്തമായൊരു സാഹചര്യം ഉണ്ടാകുന്നതിന് പകരം ഇവൻ ഈ വൈകാരികമായ ചില കുറവുകളെ, വീട്ടിലുണ്ടായ ചില സാഹചര്യങ്ങളെ മുതലെടുത്ത് ഇവനെ തന്നെ ഒരു സെൽഫ് പിറ്റിങ്, എന്ന് വെച്ചാൽ ഐ എം ദ വിക്റ്റിം. ചില കുട്ടികൾ അങ്ങനെയാണ്, വിക്റ്റിം റോൾ എടുക്കുക, എല്ലാം സഹിക്കാൻ വിധിക്കപ്പെട്ടവൻ, ഞാൻ ഒരുപാട് കഷ്ടങ്ങൾ സഹിച്ച ഒരാളാണ്, എന്നിട്ടൊരു വിക്റ്റിം റോൾ എടുത്ത് ആ വിക്റ്റിം റോളിൻ്റെ പേരിൽ അവൻ ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ ചിലപ്പോഴൊക്കെ പറയില്ലേ, ചില വഴിയിൽ കാണുന്ന ഭിക്ഷക്കാരെന്ന് പറയുന്ന പോലെ ചില നിസ്സഹായ അവസ്ഥകളെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾ. വാസ്തവത്തിൽ അങ്ങനെ മുതലെടുക്കുന്നതിൻ്റെ പേരിൽ ഒരു മാറ്റവും ഇനി നടക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവൻ കൂടുതൽ മോശമായി പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് സംഭവിക്കേണ്ടിയിരുന്നൊരു കാര്യം, ഈ ചെറുപ്പക്കാരൻ ഇവൻ്റെ നിസ്സഹായാവസ്ഥകളെ മുതലെടുത്ത് ഇവൻ്റെ കംഫർട്ട് സോണിലേക്ക് പോകുന്നതിന് പകരം ഇവൻ സ്വയം ഇവൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. മാതാപിതാക്കളുടെ സാമ്പത്തികമായ സുസ്ഥിതിയെ കണക്കിലെടുത്ത് സുരക്ഷിതമായ സങ്കേതങ്ങളിൽ ഒതുങ്ങുന്നതിന് പകരം സ്വന്തമായ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിരുന്നു. ഈ വൈകാരികമായ ചില സമീപനങ്ങൾ വീട്ടുകാരുടെ ഭാഗത്തുണ്ടായത് ഇവൻ അത് മുതലെടുക്കാതെ സ്വന്തം ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും, ഞാൻ ഇവരെ അമിതമായിട്ട് ആശ്രയിക്കാതെ എൻ്റെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റുമെന്ന് ചിന്തിച്ച് ചില മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള അപകടത്തിൽ അവൻ പെടുമായിരുന്നില്ല. കാരണം പിന്നീട് രണ്ടാമത് അവൻ സംഭവിക്കേണ്ടിയിരുന്ന ഒരു കാര്യം, സാമ്പത്തികമായിട്ട് അവൻ ആർക്കൊക്കെ സഹായിക്കുന്നുവോ അവർ സമ്പത്തുള്ളിടത്തോളം മാത്രമേ കൂടെ ഉണ്ടാകൂ എന്നൊരു തിരിച്ചറിവ് അവനില്ലാതെ പോയി. ആരും ഒരു പക്ഷേ ഈ ഒരു അനാവശ്യമായി സാമ്പത്തികമായിട്ട് ഇത്തരത്തിൽ ചിലവാക്കുന്ന ആളുകളുടെ കൂടെ കൂടുന്നവരെല്ലാവരും തന്നെ ജീവിതാവസാനം വരെ അവരെ കൂടെ ഉണ്ടാകുമെന്ന് യാതൊരു ഉറപ്പും ഇല്ല. അപ്പം വിചാരിച്ചു അവർക്ക് വേണ്ടി ഇവൻ ചെലവഴിക്കുന്ന സമയത്തൊക്കെ അവരെ കൂടെ നിൽക്കുമ്പോഴൊക്കെ അവരൊക്കെ വലിയ സംഭവമായിട്ട് പറയുമ്പോൾ അവൻ വലിയ ആളായെന്ന് വിചാരം. പക്ഷേ ഇവൻ്റെ ഈ പണമായിരുന്നു അവനെ വലുതാക്കിയിരുന്നത്. പണമില്ലാതാകുന്ന സാഹചര്യത്തിൽ ഇവൻ ഒന്നുമല്ലെന്ന് ഇവൻ തിരിച്ചറിയാതെ പോയി. അതുകൊണ്ടാണ് പിന്നീട് ഇവൻ വീണ്ടും വീട്ടുകാരുടെ പണം ചോദിക്കുമ്പം വീട്ടുകാർക്ക് മനസ്സിലായി ഇത് അപകടത്തിലേക്കാണ് പോകുന്നത്. ഇവൻ ഈ വീട്ടുകാരുടെ സാമ്പത്തിക സുസ്ഥിതി മാത്രമാണ് ഇവൻ ആശ്രയിക്കുന്നത്, അല്ലാതെ ഒരു നല്ല ജീവിതത്തിലേക്ക് വരാനുള്ള മാറ്റങ്ങളിലേക്ക്, സ്ഥിരമായ മാറ്റങ്ങളിലേക്ക് ഇവൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ, സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരിക്കലും ഒരു സന്തോഷം നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കണം. സ്വന്തം ജീവിതത്തെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട്, കഠിനാധ്വാനം കൊണ്ട് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നവർ മാത്രമേ ജീവിതത്തിൽ നിലനിൽക്കുന്ന വിജയങ്ങൾ നേടിയിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാ കാലത്തും ഒരു ഭിക്ഷക്കാരനെ പോലെ യാചിച്ച് നടക്കേണ്ടി വരും. ഇന്ന് മാതാപിതാക്കളാണെങ്കിൽ നാളെ വേറെ ആരെങ്കിലും ആണെങ്കിൽ പിറ്റേ ദിവസം നാട്ടുകാരായിരിക്കും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒന്ന് ഇല്ലാതെയാകുന്ന ഒരു ധൂർത്തുപുത്രൻ്റെ അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ ഏതാണ്ട് ഒരു സാമ്യം ചിലപ്പോൾ ധൂർത്തുപുത്രൻ്റെ ഉപമ നമുക്കറിയാവുന്നതുകൊണ്ട് ഇതിൽ കാണാൻ പറ്റും. കാരണം ഉള്ള സമ്പാദ്യം മുഴുവൻ ഇങ്ങനെ ധൂർത്തടിച്ച് കഴിയുന്നൊരവസ്ഥ. അപ്പം അതുകൊണ്ട് വാസ്തവത്തിൽ അതിലൂടെ വരുന്ന മറ്റൊരു സ്വഭാവ വൈകല്യങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെതായ എല്ലാ സ്വഭാവ വൈകല്യങ്ങളിലേക്കും ചെന്നുപെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഒരു പക്ഷേ തെറ്റായ ചില ബന്ധങ്ങൾ, എന്ന് വെച്ചാൽ ചില ശാരീരിക ആവശ്യങ്ങൾ പോലും നടത്താനായിട്ട് ശ്രമിക്കുന്നത് ഒരു പക്ഷേ ഈ സാമ്പത്തികമായ ചില നിലപാടുകളല്ല, പൈസ കൊടുത്ത് ഒരാളെ സുഖം തേടാൻ ശ്രമിക്കുന്ന ചില സാഹചര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവനോട് ചോദിക്കുമ്പോഴേക്കും പറയാറുണ്ട്, എന്തിനാണ് കല്യാണം കഴിക്കുന്നത്, അതൊക്കെ കാശ് കൊടുത്താൽ കിട്ടാവുന്ന കാര്യങ്ങളുള്ള അച്ഛാ എന്നൊക്കെ പറയുന്ന പോലെ. എന്ന് വെച്ചാൽ നിനക്കൊരു കുടുംബം വേണ്ടേ, നിനക്കൊരു സന്തോഷമുള്ളൊരു ജീവിതം വേണ്ടേ എന്നൊക്കെ പറയുമ്പം അതൊക്കെ സമ്പത്തിൻ്റെ പേരിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണെന്നുള്ള മിഥ്യാധാരണയാണ് ഇവനുള്ളത്. പക്ഷേ ഇവൻ കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങളുടെ ഒരു സ്വസ്ഥതയോ സുഖമോ സന്തോഷമോ മനസ്സിലാക്കാതെ പോയി. കാശ് കൊടുത്തെല്ലാം നേടിയെടുക്കാൻ പറ്റുന്നു വരുന്നത്, പക്ഷേ ഒന്നും നേടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പഠനമില്ല, ജീവിതത്തിൻ്റെ നിലവാരം മാറി,
ജീവിതത്തിൽ സ്വന്തമായിട്ടൊന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ല, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇനി കുറച്ച് കഴിയും തോറും ഇവൻ ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീരുന്നത് പോലെ ഇവന് തോന്നാൻ തുടങ്ങും. വീട്ടുകാർക്ക് ഇവനെ സഹായിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്തേണ്ടത് ഞാനാണ്. കാലഘട്ടങ്ങളെ, സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. ഞാൻ എൻ്റെ ജീവിതം കുറേയും കൂടി മെച്ചപ്പെടുത്തണ്ടേ, ഞാൻ എൻ്റെ ജീവിതത്തെ കുറച്ചും കൂടി ശക്തിപ്പെടുത്തണ്ടേ. കാരണം ഇനി വീട്ടുകാരെ ആശ്രയിച്ചിട്ടോ വീട്ടുകാരുടെ സമ്പത്തിനെ ആശ്രയിച്ചല്ല ഞാൻ ജീവിക്കേണ്ടത്. ഞാൻ എൻ്റെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ ചില തീരുമാനങ്ങൾ എടുക്കണം. വാസ്തവത്തിൽ നമ്മൾ ഒരു 18-20 വയസ്സാകുമ്പോൾ, ഞാൻ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ടാകും, പക്ഷേ ഒരു 18-20 വയസ്സ് കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തെ ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആവണം കുറച്ചും കൂടിയൊക്കെ. എന്നും നമുക്ക് മറ്റുള്ളവരെ നമ്മുടെ കയ്യിലേക്ക് ഇട്ട് തന്ന് നമ്മളൊരു ഡിപ്പെൻഡിങ് നേച്ചറിലേക്ക് പോകരുത്. അവരിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിൻ്റെ ഔദാര്യം, അവരിൽ നിന്ന് കിട്ടുന്ന പണത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ഭിക്ഷക്കാരെ പോലെയോ അടിമകളെ പോലെയോ ആകരുത് ചെറുപ്പക്കാരെ. സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന, സ്വന്തം ബോധ്യങ്ങളുള്ള നല്ല വ്യക്തികളായിട്ട് മാറാൻ ശ്രമിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം തോന്നും. ഈ ചെറുപ്പക്കാരന് സംഭവിച്ചൊരു കാര്യം, അവനോട് തന്നെ വെറുപ്പാണ് അവസാനം. അവനോട് തന്നെ ദേഷ്യം തോന്നി. കാരണം ഒന്നുമല്ല എത്താത്തതുപോലെ തോന്നി. വീട്ടുകാരെ നിസ്സഹകരിച്ചു തുടങ്ങിയപ്പോൾ, വീട്ടുകാരെ സാമ്പത്തികമായിട്ട് സഹായിക്കാതെ തുടങ്ങിയപ്പം അവൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ ജീവിതം നശിച്ചു തുടങ്ങി, ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം, ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിച്ചു തുടങ്ങുമ്പം, സ്വന്തമായിട്ട് ഒരു ജോലിയോ ഒരു സാമ്പത്തികമായ ചുറ്റുപാടോ അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നമുക്ക് അഭിമാനബോധം തോന്നും, ജീവിക്കാൻ ഇനിയും ആഗ്രഹങ്ങൾ തോന്നും, ഒരു നല്ല കുടുംബജീവിതം സ്വപ്നം കാണാൻ തോന്നും. അങ്ങനെയുള്ള ചെറുപ്പക്കാരാണ് ഇന്ന് ഉണ്ടാകേണ്ടത്.